ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം എന്താണ്? ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള എല്ലാ വർഷവും ഒരുപോലെയാണെന്നാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും കർത്താവിന് പ്രത്യേകമായ പദ്ധതികളുണ്ട്. 2023 നമ്മളുടെ എല്ലാം ജീവിതങ്ങളെ പ്രതി, ലോകത്തെ പ്രതി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വർഷം മടക്കയാത്രയുടെ ഒരു കാലമായി മാറണമെന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഈ കാലഘട്ടം ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നുപോയിട്ടുള്ളൊരു കാലഘട്ടമാണ്. ദൈവത്തെ നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സഭാ സമൂഹങ്ങൾ പോലും ദൈവത്തിൽ നിന്നും വളരെയധികം അകന്നു പോയിരിക്കുന്നു. അപ്പോൾ വ്യക്തികളെന്ന നിലയിലും കുടുംബമെന്ന നിലയിലും സമൂഹമെന്ന നിലയിലും രാജ്യങ്ങളെന്ന നിലയിലും ദൈവത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും വളരെ അധികം അകന്നുപോയ ഒരു കാലഘട്ടത്തിൽ ദൈവം ലോകത്തെ തിരിച്ചു വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് 2023. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുപോലെ വ്യക്തികളെന്ന നിലയിലും കർത്താവ് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചുപോക്കിൻ്റെ ഒരു കാലഘട്ടമായി നമ്മൾ ഈ വർഷത്തെ കാണണം. ജെറമ്യായുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 6-7 വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പടക്കളത്തിലേക്ക് പായുന്ന കുതിരകളെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. പടക്കളത്തിലേക്ക് പായുന്ന കുതിരകളെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ഓരോരുത്തർക്കും അവരവർ തോന്നുന്നത് പോലെ പോകുന്നത്, സ്വന്തം വഴിക്ക് പോകുന്നതാണ് പാപം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴി വിട്ട് എനിക്ക് തോന്നുന്നത് പോലെ പോകുന്നതാണ് പാപത്തിൻ്റെ വഴി. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ്, ആകാശത്തിൽ പാറിപ്പറക്കുന്ന മീവൽ പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. ആകാശത്തിലൂടെ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവിനും മീവൽ പക്ഷിക്കും കൊക്കിനും തിരിച്ചു വരാനുള്ള സമയം അവർ പാലിക്കുന്നു. എന്നാൽ എൻ്റെ ജനം എൻ്റെ കർത്താവിൻ്റെ കൽപ്പന അറിയുന്നില്ല. ഇതാണ് ജെറമ്യാ പ്രവാചകൻ വിലപിക്കുന്നത്. ആകാശത്തിലൂടെ പറക്കുന്ന നിസാരമായ ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലം അറിയാം. നമുക്കറിയാം, ദേശാടന കിളികൾ നമ്മുടെയൊക്കെ നാട്ടിൽ വരാറുണ്ട്. പക്ഷെ അത് മടങ്ങിപ്പോകാനുള്ള കാലം അതിനറിയാം. മടങ്ങിപ്പോകുമ്പോൾ അത് മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഇവിടെ എത്ര മനോഹരാണെങ്കിലും അത് നിൽക്കാറില്ല. എന്നാൽ നിസാരരായ ഇവയ്ക്ക് പോലും മടങ്ങിപ്പോക്കിൻ്റെ കാലം അറിയാമെങ്കിലും ദൈവത്തിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടും അകന്നുപോയ മനുഷ്യന് തിരിച്ചു പോകാനായിട്ട് ദൈവം ഒരുക്കുന്ന കാലഘട്ടം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെറമ്യാ പ്രവാചകൻ നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ലോകവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ്. എന്നാൽ ലോകം അത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് സാമൂഹികമായ കാരണങ്ങൾ, സാമ്പത്തികമായ കാരണങ്ങൾ, രാഷ്ട്രീയമായ കാരണങ്ങൾ ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷേ എല്ലാ കാരണങ്ങളുടെയും പിന്നിലുള്ള അടിസ്ഥാന കാരണം ദൈവത്തിൽ നിന്നും ദൈവകൽപ്പനയിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതം അകന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് നോക്കിയാലും അരാജകത്വമുണ്ട്, അക്രമമുണ്ട്, അഴിമതിയുണ്ട്, അധാർമികത പെരുകുന്നു, തിന്മ എല്ലായിടത്തും കൊടികുത്തി വാഴുന്നു, മനുഷ്യർ ജീവിക്കാൻ കഷ്ടപ്പെടുന്നു, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്ന പെരുമാറ്റങ്ങൾ, അങ്ങനെ ലോകത്തിൽ മുഴുവനും ഒരു അശാന്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നാളുകളിൽ നമുക്കറിയാം, വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു, സമ്പന്നർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു.
അപ്പം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉപരിവർഗം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവവും നഷ്ടപ്പെട്ടു പോയതാണ്. ഇങ്ങനെ അനീതി നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ സമാധാനം ഉണ്ടാകുകയില്ല. നീതിയുടെ ഫലമാണ് സമാധാനം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മളുടെ ദൈവം നീതിയുടെ ദൈവമാണ്. അതുകൊണ്ട് അനീതി ജീവിതത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും അനീതി ഉള്ളിടത്ത് എന്തെല്ലാം ചെയ്താലും സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ഏഷ്യ 32:17 നമ്മൾ വായിക്കുന്നുണ്ട്, നീതിയുടെ ഫലമായിരിക്കും സമാധാനമെന്ന്. നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. ഏഷ്യ 32:17. അപ്പം നീതിയില്ലാതെ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീതിമാനായ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മളുടെ ജീവിതത്തിൽ നിന്നും നീതികേടുകൾ നീക്കിക്കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നീതിനിഷ്ഠമായ ഒരു ഹൃദയത്തോടെ കടന്നു ചെല്ലുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്, ലോകത്തെ തിരിച്ചു വിളിക്കുകയാണ്, അനുതാപത്തിലേക്ക് വിളിക്കുകയാണ്, മാനസാന്തരത്തിലേക്ക് വിളിക്കുകയാണ്. 2023 ദൈവം ലോകത്തെ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തികളെന്ന നിലയിൽ നമ്മളെയും മടക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരാൻ ദൈവം വിളിക്കുകയാണ്. അനീതിയുടെ മേഖലകളിൽ നിന്ന് മടങ്ങി വരാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും തലങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് തിരിച്ചു വരാൻ ദൈവം നമ്മൾ വിളിക്കുക. എല്ലാ മേഖലകളിൽ നിന്നും ഒരു മടക്കിപ്പോക്കിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഏഷ്യ 31:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഹൃദയം കൊണ്ട് തിരിച്ചു വരണം, ഹൃദയം കൊണ്ട് തിരിച്ചു വരണം. അപ്പം അതുകൊണ്ട് ഈ ലോകം തിരിച്ചു വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അത് ലോകത്തിൻ്റെ മുഴുവനും തിരിച്ചു പോക്കിനുള്ള ഒരു നാന്ദിയായിട്ട് വരും. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങിപ്പോകണം. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങിപ്പോകണം. എവിടെയൊക്കെ തമ്പുരാനിൽ നിന്ന് അകന്നിട്ടുണ്ടോ അവിടെയെല്ലാം തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വർഷം കൂടുതൽ കൃപ നിറഞ്ഞതായി തീരും, ഈ വർഷം കൂടുതൽ സമാധാനമുള്ളതായി തീരും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം, കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഒരു നിമിഷം ഈ രാത്രിയിൽ ചിന്തിച്ചു നോക്കുക. എവിടെയെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ തിരിച്ചു വരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നീ ആഗ്രഹിക്കാത്ത എല്ലാ ഇടങ്ങളിൽ നിന്നും കർത്താവെ ഞാൻ മടങ്ങി വരാൻ തീരുമാനിക്കുന്നു. നിനക്കിഷ്ടമില്ലാത്ത എല്ലാറ്റിൽ നിന്നും കർത്താവെ പിന്തിരിയാൻ ഞാൻ തീരുമാനിക്കുന്നു. നീ തരാത്തതൊന്നും എനിക്ക് വേണ്ട ദൈവമേ. നീ വിളിക്കാത്തിടത്തേക്ക് ഞാൻ പോകുന്നില്ല കർത്താവെ. നീ അനുവദിക്കാത്തതൊന്നും എനിക്ക് വേണ്ട ദൈവമേ. കർത്താവെ എനിക്ക് നീ മാത്രം മതി. കർത്താവെ ഞാൻ തിരിച്ചു വരുന്നു. കർത്താവെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അറിഞ്ഞും അറിയാതെയും നിന്നിൽ നിന്നും ഞാൻ അകന്നു പോയിട്ടുണ്ട് കർത്താവെ. നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് പോയിട്ടുണ്ട് കർത്താവെ. കർത്താവെ തിരിച്ചു വരാൻ എനിക്ക് ശക്തി നൽകണമേ. ഈ രാത്രിയിൽ അനുതാപമുള്ള ഒരു ഹൃദയം നൽകണമേ. ഈ രാത്രിയിൽ നീതിയെ സ്നേഹിക്കുന്ന ഹൃദയം നൽകണമേ. ഈ രാത്രിയിൽ നന്മയുടെ വഴികൾ തിരഞ്ഞെടുക്കാൻ ശക്തി നൽകണമേ. ഈ രാത്രി എല്ലാ തിന്മകളോട് യാത്ര പറയാൻ ശക്തി തരണമേ. ഒരു പുതിയ ഹൃദയം തേടുന്ന ദൈവമേ, ഒരു പുതിയ മനസ്സ് ഞാൻ തേടുന്ന ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ആശീർവദിക്കണമേ. നമുക്ക് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അനുതാപത്തിന്റെ വരം കിട്ടാൻ, മനസാന്തരത്തിന്റെ വരം കിട്ടാൻ, തിരിച്ചറിവ് കിട്ടുവാൻ, തിരിച്ചു പോകുവാൻ
ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ ഈശോയേ. കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ ഈശോയേ. കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ ഈശോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷവും ഭൗതികമായ കാര്യങ്ങൾ ക്രമപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യരങ്ങനെയാണ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഭൗതികതയും ആത്മീയതയും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് തലങ്ങൾ അല്ല. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമിരിക്കുന്നത് ആത്മീയതയിലാണ്. ആത്മീയത മറന്നുകൊണ്ടുള്ള ഒരു ഭൗതികമായ വളർച്ച അത് തകർച്ചയിലേക്ക് നമ്മൾ നയിക്കുകയുള്ളൂ. അപ്പോൾ ഈ വരുന്ന ആളുകളിൽ നമ്മളുടെ ഭൗതിക ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭൗതികമായ ജീവിതം കൂടുതൽ ക്രമപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെയുള്ള കുറവുകളൊക്കെ നികത്തിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ആത്മീയ ജീവിതം ക്രമപ്പെടാനാണ്. ആത്മീയതയാണ് ഭൗതികതയുടെ അടിത്തറ. നമുക്കറിയാം, അടിത്തറ ബലമില്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പണിതുയർത്താൻ പറ്റില്ല. ഒരു വൃക്ഷത്തിൻ്റെ വേര് പോലെയാണ് ആത്മീയത. പലപ്പോഴും നമ്മൾ ഈ ആത്മീയ തലങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാതെ ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ഭൗതികമാണെന്ന് പലപ്പോഴും കാണുകയാണ്. ചിലപ്പോൾ നമ്മുടെ ആത്മീയ പ്രശ്നങ്ങളുടെ ബഹിസ്ഫുരണമാണ് നമ്മളുടെ ബാഹ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും. നമ്മൾ ഈ ബാഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് ചെയ്താൽ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ. അതിൻ്റെ കാരണം ഈ പ്രശ്നങ്ങളുടെ എല്ലാം വേര് കിടക്കുന്നത് ആത്മീയ തലത്തിലാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതം ക്രമപ്പെടുത്തിയാലാണ് ഭൗതിക ജീവിതം ബലമുള്ളതും സ്ഥിരതയുള്ളതും മഹത്വമുള്ളതുമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമ്മുടെ ഭൗതിക തലങ്ങളിലെല്ലാം ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് മുന്നോടിയായിട്ട് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പരിശ്രമിക്കണം. ആത്മീയമായ ഡിസോർഡറുകൾ ഭൗതികമായ ഡിസോർഡറിന് കാരണമാകും. ആത്മീയമായ തകർച്ചകൾ ഭൗതികമായ തകർച്ചകൾക്ക് കാരണമായിട്ട് വരും. അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ശരിയാകാതിരിക്കുമ്പോൾ മനുഷ്യരുമായിട്ട് ശരിയായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ഉപരിപ്ലവമായിരിക്കും. പലപ്പോഴും നമ്മളുടെ മനുഷ്യബന്ധങ്ങൾ ശരിയാകാതെ പോകുന്നത് നമ്മുടെ ആത്മീയമായ ബന്ധങ്ങൾ ശരിയാകാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം തന്നിരിക്കുന്ന മനുഷ്യബന്ധങ്ങളെ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ വേരുകൾ കിടക്കുന്നത് ആത്മീയ തലത്തിലാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മനുഷ്യൻ്റെ തലത്തിൽ മാത്രം പ്രശ്നങ്ങൾ കാണുന്നത് കൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നമ്മുടെ ഭൗതിക തലത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, നമ്മളുടെ സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആരും അറിയുന്നില്ല. അതുകൊണ്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും, തോന്നുന്നത് പോലെ. പക്ഷെ സമൂഹ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അവിടെ നമുക്ക് അംഗീകാരം വേണം, സ്നേഹം വേണം, നല്ല പേര് വേണം, അവിടെ വളർച്ച വേണം, ഉയർച്ച വേണം. നമ്മൾ അതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു അടിസ്ഥാനപരമായ നിയമമുണ്ട്.
നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മളുടെ പരസ്യ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ബാഹ്യ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാകുകയില്ല. ഒരു വ്യക്തി നിരന്തരമായിട്ട് അവൻ്റെ സമൂഹ ജീവിതത്തിൽ, ബാഹ്യ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം അവൻ പരാജയപ്പെട്ടിട്ടുണ്ടാകും. സ്വകാര്യ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ വിജയിക്കാത്ത വ്യക്തിക്ക് ബാഹ്യ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ വിജയം വരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്വകാര്യ ജീവിതം ആരും കാണാത്ത ജീവിതമായതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അവിടെയുള്ള ഓരോ വീഴ്ചയും നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ പിൽക്കാലത്ത് വീഴ്ചകൾക്ക് കാരണമാകും. അവിടെയുള്ള ഓരോ തകർച്ചയും നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ പിൽക്കാലത്ത് തകർച്ചയ്ക്ക് കാരണമാകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പഴയ നിയമത്തിലെ ദാവീദിൻ്റെ കഥ നമുക്കറിയാം. ദാവീദ് ഒരാട്ടിടയനായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൻ പടക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്ത് എന്ന മഹാമല്ലൻ നിൽക്കുന്നത് കണ്ടത്. ഈ സമയത്ത് കല്ലും കവണയുമായി ഈ ആട്ടിടയൻ ഈ മല്ലനായ ഗോലിയാത്തിനെ നേരിട്ടു. ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കും ആ സമയത്ത് അവന് ദൈവം കൊടുത്ത ശക്തി കൊണ്ട്, വിശ്വാസം കൊണ്ട് അവൻ ഓടിച്ചെന്ന് ഗോലിയാത്തിനെ കൊന്നുവെന്ന്. അല്ല, ഗോലിയാത്തിൻ്റെ മേൽ ദാവീദ് നേടിയ വിജയത്തിൻ്റെ പിന്നിൽ അവൻ്റെ സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നു. ആരുമറിയാത്ത അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വർഷങ്ങളോളം അവൻ നേടിയെടുത്ത വിജയത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ്റെ പരസ്യ ജീവിതത്തിൽ ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ അവന് ശക്തി കിട്ടിയത്. നമുക്കത് ആ ഭാഗം വായിച്ചാൽ കാണാം. ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങിയ ദാവീദിനെ സാവൂൾ രാജാവ് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ചെറുപ്പമാണ്, നീ പയ്യനാണ്, അവനാണെങ്കിൽ മഹാമല്ലനും, അവനെ നേരിടാൻ നിനക്ക് ശക്തിയില്ല, നീ ഈ പണിക്ക് പോകണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാവൂൾ രാജാവ് ദാവീദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനങ്ങനെ പയ്യനാണെന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും സിംഹവും കരടിയും വന്ന് എൻ്റെ ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവയുടെ പിന്നാലെ ചെന്ന്, ഏതിൻ്റെ സിംഹത്തിൻ്റെ പിന്നാലെ ചെന്ന് ഓടിച്ചിട്ട് സിംഹത്തിൻ്റെ ജടയിൽ പിടിച്ച് അടിച്ച് അവൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചിട്ടുള്ളവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, ഒരാട്ടിടയനും അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കരടിയും സിംഹവും ഒക്കെ ആടിനെ തിന്നാൻ വരുമ്പോൾ പൊതുവെ ആട്ടിടയന്മാരെന്താ ചെയ്യുക? അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ ഓടിക്കളയും. എന്നാൽ ദാവീദ് തന്നെ നോൽക്കാൻ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ സ്നേഹിച്ചിരുന്നു, ഓരോ ആട്ടിൻകുട്ടിയെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കാൻ വന്ന സിംഹത്തിനോട് യുദ്ധം ചെയ്യാൻ അവൻ്റെ സ്നേഹം അവനെ നിർബന്ധിച്ചു. അവൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ സിംഹത്തോട് ഗുസ്തി പിടിച്ച് സിംഹത്തിൻ്റെ ജടയ്ക്ക് പിടിച്ചടിച്ച് അവൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. സാധാരണ ഇടയന്മാരൊന്നും ഈ പണിക്ക് പോകില്ല, കാരണം ഇത് റിസ്ക്കാണ്, ജീവൻ അപകടത്തിൽപ്പെടും. ഓർക്കണം, വിജനതയിൽ, ഏകാന്തതയിൽ ആടിനെയും മേച്ചുകൊണ്ട് നടന്ന ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. വല്ലപ്പോഴും ഈ വീട്ടിൽ ചെന്നിട്ട് ഇവൻ പറയുകയാണ്, ഞാൻ സിംഹത്തിൻ്റെ ജടയെ പിടിച്ച് അടിച്ച് അതിൻ്റെ വായി നാട്ടിൻകുട്ടിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ കളിയാക്കി, ഇവൻ ചുമ്മാ പൊങ്ങച്ചം പറയുന്നതാണ്, ഇവൻ അതിനുള്ള കഴിവൊന്നുമില്ല. ചിലപ്പോൾ വീട്ടുകാർ, അപ്പൻ പോലും ഇവൻ പറഞ്ഞിട്ട് പോലും ഗൗനിച്ചിട്ടുണ്ടാകുകയില്ല. അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, അവൻ്റെ ഏകാന്തതയിൽ അവൻ നേടിയ വിജയം ആരും അംഗീകരിച്ചിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ദാവീദിൻ്റെ സ്വകാര്യ പോരാട്ടത്തിലെ വിജയം മനസ്സിലാക്കി അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ,
ആ വിജയമാണ് ഗോലിയാത്തിനെ നേരിടാനുള്ള ആത്മശക്തി അവന് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. ആരുമറിയാത്ത ജീവിതത്തിലെ പോരാട്ടങ്ങളിലൂടെ അവൻ നേടിയെടുത്ത ആത്മധൈര്യം, ആത്മശക്തി, അതാണ് പരസ്യ ജീവിതത്തിൽ മഹാമല്ലനായി ഗോലിയാത്തിനെ വീഴ്ത്താൻ ബലമായി തീർന്നത്, അഭിഷേകമായി തീർന്നത്. അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിലെ പോരാട്ടങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ചിലപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു അശുദ്ധ ചിന്തയോടുള്ള പോരാട്ടമായിരിക്കാം. ആ പോരാട്ടത്തിൽ വിജയിക്കുന്നത് പോലും നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ പിൽക്കാലത്ത് വിജയം നേടുന്നതിന് കാരണമായിട്ട് തീരും. ആരും കാണാതെ ഇരിക്കുന്ന സമയത്ത് നിനക്കുണ്ടാകുന്നൊരു പ്രലോഭനം, അതിനെ നീ കീഴടക്കുമ്പോൾ അത് പിൽക്കാലത്ത് നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ കരുത്തായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും സ്വകാര്യ ജീവിതമാണ്. ആരും കാണാത്ത ജീവിതമാണ്. നമ്മുടെ ചിന്തയുടെ മണ്ഡലങ്ങളിലാണ് പോരാട്ടം തുടരേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ, വാക്കുകളുടെ, സംസാരത്തിൻ്റെ ഒക്കെ തലത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. മനസ്സിൻ്റെ തലങ്ങളിൽ, ചിന്തയുടെ തലങ്ങളിൽ വിജയം വരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. അവിടെ നമ്മൾ നിരന്തരമായി പോരാടാൻ പഠിക്കണം. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വിജയിക്കുന്നവന് മറ്റെല്ലാ മേഖലകളിലും വിജയിക്കാൻ കഴിയും. നീ നിൻ്റെ കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്, നിൻ്റെ ബന്ധങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും നിൻ്റെ ചിന്തയുടെ മണ്ഡലത്തിൽ നീ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. നീ സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറുമ്പോഴും നീ ദുർബലനും ദുർബലനുമായി തീരുന്നത് നിൻ്റെ മനസ്സിൻ്റെ തലങ്ങളിൽ നീ നിരന്തരം വീണു പോകുന്നത് കൊണ്ടാണ്. അവിടെയാണ് വിജയം വേണ്ടത്. അവിടെ നീ ബലം പ്രാപിക്കുമ്പോൾ നീ അറിയാതെ തന്നെ നിൻ്റെ ബാഹ്യ മേഖലകളിൽ ജീവിതത്തിൽ ബലം പ്രാപിക്കുന്ന വ്യക്തിയും വിജയം വരിക്കുന്ന വ്യക്തിയുമായിട്ട് മാറും. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം, സ്വകാര്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയുടെ വാതിലുകൾ തുറന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇതുവരെയും ഗൗനിക്കാതിരുന്ന മനസ്സിൻ്റെ മണ്ഡലങ്ങൾ, സ്വകാര്യ ജീവിതങ്ങൾ, ആരും കാണാത്ത ജീവിത മേഖലകൾ, അവിടെയെല്ലാം നടക്കുന്ന പോരാട്ടങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവിടം ക്രമപ്പെടണം, അവിടം വിജയം നേടണം. അതിൻ്റെ ഫലമായി നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ വിജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതാണ് ഈ നൈറ്റ് വിജിലിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ സന്ദേശം. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ട കാര്യം, എല്ലാവരും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പ്രതിജ്ഞകൾ നമ്മൾ എടുക്കാറുമുണ്ട്. പക്ഷെ പലപ്പോഴും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല, എപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് തീരുമാനങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ മാറ്റം വന്നാലേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുള്ളൂ. മനസ്സിൽ മാറ്റം വന്നാലാണ് നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലെ മാറ്റത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ലോകത്തിൻ്റെതായ രീതിയിൽ പ്രതികരിക്കും. പലപ്പോഴും പ്രശ്നങ്ങൾ വഷളായി പോകും. ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല, ഒരു വ്യക്തി എന്നെ അംഗീകരിക്കുന്നില്ല, ഒരു വ്യക്തി എനിക്കെതിരെ പെരുമാറുന്നു, ഒരു വ്യക്തി എന്നെ അപമാനിക്കുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം കാണുന്നത് പോലെ കണ്ടാൽ ഞാനും ആ വ്യക്തിയെ വെറുക്കാൻ തുടങ്ങും, ഞാനും ആ വ്യക്തിയുമായിട്ട് സംഘർഷം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തെ തളർത്തിക്കളയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കാതിരിക്കും, ഒത്തിരി പേര് നമുക്കെതിരായി പെരുമാറും. ഇതിനോടൊക്കെ നമ്മൾ നെഗറ്റീവായി പ്രതികരിച്ചാൽ, അസ്വസ്ഥതയോടുകൂടി ജീവിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി പെരുമാറുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതിന് നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ
കാഴ്ചപ്പാടുള്ളവരായിട്ട് നമ്മൾ മാറണം, യേശുവിൻ്റെ മനസ്സുള്ളവരായിട്ട് മാറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തി നമ്മളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മാനുഷികമായ വികാരങ്ങളൊക്കെ നമ്മൾ ഉണരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവേ, ഈ വ്യക്തിയെ അങ്ങ് കാണുന്നത് പോലെ കാണാനുള്ള കൃപ തരണമേ. അങ്ങനെ ഒരു കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോ ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ആ വ്യക്തി നമ്മുടെ സഹതാപം അർഹിക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഉള്ളിലെ ഞെരുക്കങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് മനസ്സലിവ് തോന്നുകയും നമുക്ക് ആ വ്യക്തിയെ ദയോടുകൂടി പ്രതികരിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ കണ്ണോടുകൂടി, യേശുവിൻ്റെ മനസ്സോടുകൂടി കാണാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഈ പ്രശ്നമുണ്ടാകുമ്പോഴും പെട്ടെന്ന് നമ്മൾ മാനുഷിക രീതിയിൽ അത് കണ്ട് പ്രതികരിക്കുക. അപ്പോൾ പലപ്പോഴും അത് വഷളാകും, നമ്മുടെയും മനസ്സ് തളരും, ജീവിതവും കൊളാകും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങ് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചിരിക്കുന്നത്? ഇത് എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെതായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല, പ്രശ്നങ്ങൾ എപ്പോഴും വഷളായി പോകുന്നു, നമ്മളുടെ മനസ്സ് തളരുന്നു, ജീവിതം തളരുന്നു. എന്നും മനസ്സ് ഓരോ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക, ഒന്നിൻ്റെ മുകളിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെല്ലാം കിടക്കുന്നത് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം ചിന്തിക്കുന്നത് പോലെയും കാണുന്നത് പോലെയും പ്രതികരിക്കുന്നത് പോലെയും ഒക്കെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രത്യേകതയുള്ളത്? അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതും എന്തെന്നും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സ് നവീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് നിൻ്റെ മനസ്സ് തരണം. ദൈവമേ, എൻ്റെ മനസ്സിനെ നിൻ്റെ മനസ്സ് പോലെ ആക്കണം. ഈ മനസ്സിൻ്റെ നവീകരണത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. യേശുവിൻ്റെ കണ്ണുകളിലൂടെ വ്യക്തികളെയും സംഭവങ്ങളെയും കാണാൻ കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പൊറുക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രശ്നങ്ങളിൽ നമ്മൾ ഒരിക്കലും കുടുങ്ങിക്കിടക്കുന്ന അനുഭവമുണ്ട്. എന്തെല്ലാം ഉണ്ടായാലും വീണ്ടും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപ തട്ടും യേശുവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ. ഷാലോം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, യേശുവിൻ്റെ കണ്ണുകളിലൂടെ. അലൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനായ ഒരു അൽമായൻ, അദ്ദേഹത്തിന് 1994 മുതൽ യേശു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് നമുക്ക് ബൈബിളിൽ നമുക്ക് യേശുവിൻ്റെ ഉപദേശമുണ്ട്, യേശുവിൻ്റെ പ്രവൃത്തികളുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ യേശുവിൻ്റെ ചിന്തകളാണ്. യേശു ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് കണ്ടത് തൻ്റെ പരസ്യ ജീവിതത്തിൽ? ഓരോ സംഭവത്തെയും കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എങ്ങനെയാണ് എല്ലാം അറിയുന്ന ഈശോ യൂദാസിനെ സ്നേഹിച്ചത്, യൂദാസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്ന വളരെ നല്ല ഒരു പുസ്തകമാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ പുസ്തകത്തിലൂടെയെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ ഈ പുസ്തകം അതിലൂടെയാണ് എങ്ങനെയാണ് കർത്താവ് വ്യക്തികളെയും സംഭവങ്ങളെയും എല്ലാം കണ്ടത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ കാണുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളെയും പ്രശ്നക്കാരെയും മാറ്റുന്നതിന് മുമ്പ്
നമ്മളെ തന്നെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുള്ളവരെല്ലാം മാറണം, അവർക്ക് മാനസാന്തരം ഉണ്ടാകണം, അവരിലാണ് ചേഞ്ച് വരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. പക്ഷേ ദൈവം മറ്റൊരു കാര്യവും കൂടി ഉദ്ദേശിക്കുകയാണ്. ഒരു വ്യക്തിയെ, അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവർ വഴി, അവരുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വഴി ദൈവം എന്നിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ മറ്റേ സൈഡ് ചിന്തിക്കാറുള്ളൂ. മറിച്ച് ഒരുപക്ഷെ എന്നെ ക്ഷമ പഠിപ്പിക്കാൻ, എന്നെ എളിമ പഠിപ്പിക്കാൻ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനായിരിക്കാം എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം വളർത്താൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അവരുടെ ആത്മീയ അവസ്ഥയനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ തിന്മയല്ല നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും. അവിടെയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴയ കഥയുണ്ട്. ഒരിക്കൽ ദൈവം ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയൊരു പാറയുണ്ട്. എല്ലാ ദിവസവും രാവിലെ പോയി പാറ തള്ളി നീക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് ദൈവം ആജ്ഞാപിച്ചു. മനുഷ്യൻ എത്ര പിടിച്ച് തള്ളിയാലും അനങ്ങാത്ത വലിയ പാറയാണ്. വെറുതെ കുലുക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. എങ്കിലും ദൈവം പറഞ്ഞാൽ അനുസരിക്കേണ്ട. അതുകൊണ്ട് ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ മുമ്പിലുള്ള ഈ പാറ പിടിച്ച് തള്ളാൻ തുടങ്ങി. എത്ര തള്ളിയാലും പാറയ്ക്ക് ഒരു കുലുക്കവുമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പാറ അതേപടി ഇരിക്കുന്നു, ഒരു കുലുക്കവുമില്ല. ദൈവം പിന്നെ പ്രത്യക്ഷപ്പെടുന്നുമില്ല. ദൈവം നിർത്താൻ പറഞ്ഞാലല്ലേ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ മനുഷ്യൻ പാറ പിടിച്ച് മുഴുവൻ ശക്തി സംഭരിച്ച് തള്ളാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മടുത്തു. കാരണം ഒരു റിസൾട്ടില്ലാത്ത അധ്വാനമാണ്, ഒരു പ്രയോജനമില്ലാത്ത അധ്വാനമാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുപ്പായി. എന്താ ചെയ്യാതെ, ഒരു മണ്ടത്തരമാണ് ചെയ്യുന്നതെന്നറിയാം, പക്ഷെ നിർത്താനും പറ്റുന്നില്ല. പറഞ്ഞത് ദൈവമാണ്. അങ്ങനെ മനസ്സുമെടുത്തിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇത്രയും വലിയ ഈ പാറ ഞാൻ എത്ര പിടിച്ച് കുലുക്കിയാലും അനങ്ങില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാ ഈ പ്രയോജനമില്ലാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് സങ്കടം ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇത്രയും കാലം പാറ പിടിച്ച് തള്ളിയിട്ട് പാറയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിനക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിൻ്റെ കൈകളിലേക്ക് നോക്കി, നിൻ്റെ മസിലൊക്കെ എത്ര ശക്തമായിരിക്കുന്നു, നിൻ്റെ ശരീരം എത്ര കരുത്തുള്ളതായി മാറിയിരിക്കുന്നു. അപ്പം പാറ മാറിയില്ലെങ്കിലും നീ മാറിയിട്ടുണ്ട്, നിൻ്റെ മസിലുകളൊക്കെ ശക്തിയുള്ളതായി മാറി. ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പം എന്നതുപോലെ ചില മാറ്റാൻ കഴിയാത്ത പാറകളെ പിടിച്ച് തള്ളാനൊക്കെ ആയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിയോഗങ്ങൾ തരുന്നത് നമ്മുടെ ആത്മീയമായ മസിലുകൾ ശക്തി പ്രാപിക്കാനാണ്. അതെന്തിനാണ്? നിൻ്റെ പിൽക്കാല ജീവിതത്തിൽ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ നിൻ്റെ ആത്മീയ മസിലുകൾക്ക് ശക്തി വേണം. നീ വെറുതെ ഇരുന്നാൽ അന്ന് പ്രശ്നം വരുമ്പോൾ നിനക്കത് ചെയ്യാനുള്ള കരുത്തുണ്ടാകുകയില്ല. അതുകൊണ്ട് ദൈവം മുൻകൂട്ടി നിന്നെ ട്രെയിൻ ചെയ്യുകയാണ് നിൻ്റെ ആത്മീയമായ മസിലുകൾ ബലം പ്രാപിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നും യാദൃച്ഛികമല്ല, ഒന്നിനും അർത്ഥമില്ല എന്ന് ചിന്തിക്കരുത്. നമുക്ക് അർത്ഥം കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളും അനുഭവങ്ങളും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത് വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ സാഹചര്യങ്ങളെല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ദൈവമേ അവയെ മാറ്റുന്നതിന് മുമ്പ് എന്നെ മാറ്റണമേ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അവയിലൂടെ എന്നിലെന്ത് മാറ്റമാണ് വരുത്താൻ നീ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം മറ്റുള്ളവരെ മാറ്റാനായിട്ട് തിടുക്കം കൂട്ടരുത്. അതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം,
നമുക്കൊരിക്കലും മറ്റൊരു മനുഷ്യനെ മാറ്റാനുള്ള കഴിവില്ല എന്നതാണ്. അങ്ങനെ മാറ്റാൻ കഴിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ എത്രയോ പെട്ടെന്ന് മാറിയന്. ഉപദേശിച്ചതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുകയില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയാതിരിക്കും എന്ത് ചെയ്യും? നമ്മളെപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ശരിയാക്കാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. അത് ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം. കാരണം നമുക്ക് നമ്മുടെ നല്ല വാക്കുകൾക്ക് ഒന്നും അതിൽ ശക്തിയില്ല. മറിച്ച് പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ കയറി ചെയ്താൽ പരിശുദ്ധാത്മാവ് നിശബ്ദത പാലിക്കും. എന്നാൽ നമ്മൾ നിശബ്ദത പാലിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ സമയത്തിൻ്റെ തികവിൽ പരിശുദ്ധാത്മാവ് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. എടുത്തു ചാടി ആരെയും നമ്മൾ നന്നാക്കാൻ ശ്രമിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തികളുടെ മാറ്റത്തിന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവമാണ്. കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നന്മയിലേക്ക് വളരുക എന്നുള്ളത് ദൈവത്തിൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ പ്രവർത്തിക്കരുത്. കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയുണ്ട്, നിൻ്റെ മക്കളുണ്ട്, നിൻ്റെ മാതാപിതാക്കളുണ്ട്, നിൻ്റെ സഹപ്രവർത്തകരുണ്ട്, ഇവരൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ കർത്താവ് നമ്മളെക്കാൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ രക്ഷയെക്കുറിച്ച് നമ്മളെക്കാൾ കർത്താവിന് കരുതലുണ്ട്, പ്ലാനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തരുത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കാത്തിരുന്നാൽ മതി. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രവർത്തിക്കുന്ന ആ സമയം വരെയും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ, സുവിശേഷത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എളുപ്പമായി തീരാൻ വേണ്ടി അതാവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്: എൻ്റെ അപ്പനെ കൊല്ലാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം കത്തി കൈകളിൽ എടുത്തതാണ്. പക്ഷേ കത്തി കൈകളിൽ എടുത്തപ്പോഴേക്കും എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കത്തി അറിയാതെ താഴെ വീണുപോയെന്ന്. വളരെ മ്ലേച്ഛമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. എന്ന് പറഞ്ഞാൽ സ്വന്തം പെൺമക്കൾക്ക് പോലും വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അമ്മ വീട്ടിൽ അവരെ വളർത്തേണ്ട ഗതികേട് വന്നു. അങ്ങനത്തെ ഒരു അപ്പനാണ്. നാട്ടിൽ മുഴുവനും അപ്പൻ്റെ കഥകൾ കേട്ട് വളർന്ന് തല കുമ്പിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. അത്രയും മ്ലേച്ഛമായ ഒരുപാട് പ്രവൃത്തികൾ ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയായിരുന്നു. അമ്മയോട് ഒരുപാട് ക്രൂരത കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം കണ്ട് ഇവൻ പ്രായമായി യൗവനാരംഭത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജയിലിൽ പോയാലും വീട്ടിലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതി അപ്പനെ കൊല്ലാൻ 3 പ്രാവശ്യം അദ്ദേഹം കത്തി കൈകളിലെടുത്തു. ആ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ അമ്മയുടെ ചിത്രം കടന്നു വരും. അദ്ദേഹം പറയാണ്, 32 വർഷം ഈ മനുഷ്യൻ്റെ കൂടെ, ഈ മനുഷ്യൻ്റെ മുഴുവൻ ക്രൂരതയും അവിശ്വസ്തതയും സഹിച്ച് ജീവിച്ച അമ്മ. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കൽ പോലും എൻ്റെ അപ്പനെക്കുറിച്ച് മോശമായ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മ ഒന്നിനും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ കൈകളിൽ എപ്പോഴും ഒരു കൊന്തയുണ്ടാകും. അമ്മ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഈ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കും. ആദ്യം എനിക്ക് അമ്മയുടെ കൊന്തയോട് പുച്ഛമായിരുന്നു. ഒരു ദൈവമുണ്ട് എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോട് വെറുപ്പാണ് തോന്നിയിരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ അമ്മയെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ദൈവമുണ്ടെന്ന്. കാരണം
ഇത്രയേറെ ക്രൂരതകൾ സഹിച്ചിട്ടും എൻ്റെ അമ്മയുടെ മുഖത്ത് എപ്പോഴും പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ നിരാശയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അമ്മ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൊന്തയ്ക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇത്രമാത്രം ക്രൂരതകൾ സഹിച്ചിട്ടും അമ്മയ്ക്ക് നിരാശപ്പെടാതെ ജീവിക്കാൻ സാധിക്കും? അതുപോലെ അമ്മ ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടാതെയാണ് ജീവിക്കുന്നതെങ്കിലും അമ്മയുടെ മുഖത്ത് എപ്പോഴും സന്തോഷമാണ്. അത് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, അമ്മ ഈ ലോകത്തിനും അപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അമ്മയുടെ നിരാശയില്ലാത്ത മുഖം, എൻ്റെ അമ്മയുടെ അപ്പനോടുള്ള പ്രതികരണം, ഇത് എന്നെ ചിന്തിപ്പിച്ചു. ഒരു ദൈവം ഇല്ല എങ്കിൽ ഒരമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടൊരു ദൈവമുണ്ട്, അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ദൈവത്തെ എനിക്ക് കണ്ടെത്തണം. ഈ ആഗ്രഹത്തിൽ അപ്പനെ കൊല്ലാൻ നടന്നവൻ ദൈവത്തെ അറിയാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പിൽക്കാലത്ത് ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിൻ്റെ ലീഡേഴ്സിൽ ഒരാളായി മാറി, സുവിശേഷ പ്രഘോഷകനായിട്ട് മാറി. ഈ മകനോട് ധ്യാനം കൂടാൻ, മനസാന്തരപ്പെടാൻ, അപ്പനെ കൊല്ലരുത് എന്നൊന്നും അമ്മ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ അമ്മയുടെ ജീവിതത്തിലൂടെ പ്രസരിച്ച സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ആ മകൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സമയമാകുമ്പോൾ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായിട്ട് അങ്ങനെ മാറാനായിട്ട് ദൈവം നമുക്ക് ഒരു വർഷം കൂടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം പോലെ ആകരുത്. എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മൾ അവസാനിപ്പിക്കരുത്. ഈ വർഷം നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളിലൂടെ മാറ്റങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സൃഷ്ടിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേൽക്ക് തീർക്കാം. കണ്ണുകളടച്ച് നമ്മളുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി, നവീകരിക്കാൻ വേണ്ടി, രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രതികൂലങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. എല്ലാം അനുകൂലമായി തീരുന്ന ജീവിതമല്ല ശക്തിയുള്ള ജീവിതം. സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ദുർബലമായി തീരും. നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കുകയില്ല. വെല്ലുവിളികൾ ഉള്ളപ്പോഴാണ് നമുക്ക് വളരാൻ സാധിക്കുക. ദൈവം നമ്മളെ എത്ര സ്നേഹിച്ചാലും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതത്തിൽ വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ നൽകും, സാഹചര്യങ്ങൾ നൽകും. നമ്മളുടെ ജീവിതത്തിൽ ചലഞ്ചുകളുണ്ടാകും. അവയെല്ലാം ദൈവികമായ കാഴ്ചപ്പാടിൽ കാണാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിലൂടെ, വേദനകളിലൂടെ, വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ ദൈവം എന്താണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ ആന്തരികമായി കരുത്തുറ്റവരാക്കി മാറ്റുന്നതിന് വേണ്ടി, നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ ക്ഷമ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി, കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്ന വ്യക്തികളോടുള്ള വെറുപ്പ് നമുക്ക് നീക്കിക്കളയാം, സങ്കടം നമുക്ക് നീക്കിക്കളയാം, നിരാശ നീക്കിക്കളയാം. എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, എൻ്റെ വീട് ഇങ്ങനെയായല്ലോ, എൻ്റെ ജീവിത പങ്കാളി അങ്ങനെയാണല്ലോ, എൻ്റെ മക്കൾ അങ്ങനെയാണല്ലോ. അത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും ദൈവിക മനുഷ്യൻ്റെ മുമ്പിൽ പ്രസക്തിയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ അനന്തമായ കൃപയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട
ദൈവ പദ്ധതിയായിട്ട് നമുക്കതിനെ കാണാം. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾക്ക് കാരണമായ വ്യക്തികളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ വേദനയ്ക്ക് കാരണമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സങ്കടങ്ങൾ വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, ദുഃഖം വിട്ടുപോകട്ടെ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിത്തീർന്നെന്ന് ചിന്ത വിട്ടുപോകട്ടെ. നിനക്കിനിയും ഭാവിയുണ്ട്, നിനക്കിനിയും വളരാൻ കഴിയും, നിനക്കിനിയും അനുഗ്രഹത്തിൻ്റെ ഉറവിടമാകാൻ പറ്റും. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഭാരപ്പെട്ട മനസ്സുകളെ നീ തൊടണമേ. പ്രതികൂലങ്ങളുടെ മുമ്പിൽ തളർന്നു പോയവരെ ബലപ്പെടുത്തണമേ. നിരാശകൾ എടുത്തു നീക്കണമേ, സങ്കടങ്ങൾ എടുത്തു നീക്കണമേ, വെറുപ്പെടുത്തു നീക്കണമേ. ക്ഷമിക്കാൻ കൃപ നൽകണമേ. സ്നേഹം ഒഴുകട്ടെ, സ്നേഹം ഒഴുകട്ടെ. ഹൃദയം ശക്തി പ്രാപിക്കട്ടെ, ഉണർവ് വ്യാപിക്കട്ടെ, മരവിപ്പ് വിട്ടുപോകട്ടെ, സഹനത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. നാഥാനി മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വഴി ഞാൻ പൂർണ്ണമായിട്ടും രൂപാന്തരീകരണം പ്രാപിക്കട്ടെ. ഈശോയെ, നിൻ്റെ മനസ്സുള്ള വ്യക്തിയായി ഞാൻ മാറട്ടെ. നിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ഞാൻ നവീകരിക്കപ്പെടട്ടെ. കർത്താവെ, എന്നെ മാറ്റണമേ, എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർ മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ച കർത്താവേ, മറ്റുള്ളവരുടെ കുറവുകൾ നീങ്ങാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ച കർത്താവേ. എന്നെ മാറ്റാനാണ് അവർ എൻ്റെ ജീവിതത്തിലേക്ക് നീ പ്രതീക്ഷിച്ചിരിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ മാറ്റണമേ. വീണ്ടും ആ വരികളിൽ പാടാം. ഒരു പുതിയ മനുഷ്യനായി എന്നെ മാറ്റണമേ. യഥാർത്ഥ ആത്മീയതയുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ സാദൃശ്യത്തിൽ നവീകരിക്കപ്പെടുന്നൊരു വ്യക്തിയായി ഈ വർഷത്തിൽ എനിക്ക് മാറാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ആ വരികൾ പാടുക. നാഥാനീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ഞങ്ങളെ മാറ്റേണമേ, ഞങ്ങളെ പുതുക്കി പണിയണമേ, ഞങ്ങളെ അങ്ങേതായി മാറ്റേണം, സ്നേഹത്തിന്റെ മനുഷ്യരായി മാറ്റണമേ, ഞങ്ങളെ വിശുദ്ധരായി മാറ്റണമേ, ഞങ്ങളെ ശക്തരായി മാറ്റണമേ. ഓ, ഞങ്ങളെ നവീകരിക്കണമേ. യേശുവേ, യേശുവേ,
കർത്താവേ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും ഞങ്ങളെ വളർത്താനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ പതിപ്പിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഉള്ള നിരാശ നിറഞ്ഞ എല്ലാ ചിന്തകളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ ബലപ്പെടുത്താൻ തന്നതാണിതെന്നറിയുന്നു. ഞങ്ങളെ കർത്താവേ ശക്തിയുള്ള മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി അനുവദിച്ച ഞങ്ങളുടെ ദുരിതങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വീട്ടിലെ കുറവുകൾ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കുറവ് ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. കർത്താവേ, നീ മഹത്വപ്പെടണമേ. എന്റെ കുറവുകളിൽ നീ മഹത്വപ്പെടണമേ. എന്റെ വേദനകളിൽ നീ മഹത്വപ്പെടണമേ. എന്റെ വിഷമങ്ങളിൽ നീ മഹത്വപ്പെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. താങ്ക് യു ജീസസ്. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ ബ്രദർ ജിനോബി ജോസ് നിങ്ങളോട് വചനം പങ്കുവെക്കും.